നമസ്കാരം. പാട്ടോട് പാട്ടിലേക്ക് സ്വാഗതം. നിങ്ങളേവരും ഇഷ്ടപ്പെട്ട സിനിമ ദേശാടനം, അതിലെ ഗാനങ്ങളാണ് ഞാൻ തുടങ്ങുന്നത്. ഇനിയും വരുന്ന എപ്പിസോഡുകളിൽ ദേശാടനത്തിലെ ഗാനങ്ങളായിരിക്കും. ആദ്യം കളിവീട് ഉറങ്ങിയല്ലോ. നിങ്ങളേറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട, ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ഗാനം കളിവീട് ഉറങ്ങിയല്ലോ. കളിവീടുറങ്ങിയല്ലോ, അത് കേട്ട് കരയാത്തവരില്ല എന്ന് തന്നെ പറയാം. ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്നോട് വന്ന് പറഞ്ഞവരുടെ. ആ പാട്ട് എങ്ങനെയാണ് ഉണ്ടായത്? ശരിക്കും എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ദേശാടനം. എൻ്റെ 10ാമത്തെ സിനിമയാണ്. പലപ്പോഴും ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമ എൻ്റെ ഒരു പരീക്ഷണമായിരുന്നു. വളരെ ചെറിയ ചിലവിൽ അവൈലബിൾ ലൈറ്റിൽ ഷൂട്ട് ചെയ്യുക, കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായവരെ കാസ്റ്റ് ചെയ്യുക, എല്ലാ സ്വാതന്ത്ര്യവും, ഒരു സംവിധായകൻ്റെ എല്ലാ സ്വാതന്ത്ര്യവും ആസ്വദിച്ചുകൊണ്ടൊരു സിനിമ ചെയ്യുക. വലിയ പാരിഫർണേലിയാസ് ഒന്നുമില്ല. ഏതെങ്കിലും ഒരു വീട്ടിൽ താമസിക്കുന്നു, നടന്നു പോയി ഷൂട്ട് ചെയ്യുന്നു, ഒരുപാട് വെയിൽ വരുമ്പോൾ ഏതെങ്കിലും മരത്തണലിൽ കിടന്നുറങ്ങുന്നു, ഇങ്ങനെയൊക്കെ ചെയ്തൊരു സിനിമയാണ്. ഇത് ഓടുമെന്നോ റിലീസ് ചെയ്യുമെന്നോ അവാർഡുകൾ കിട്ടുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഒന്നും പ്രതീക്ഷിക്കാതെ പൂർണ്ണ മനസ്സോടെ ചെയ്ത സിനിമയാണ് ദേശാടനം. അതൊരനുഭവമായിരുന്നു. കളിവീട് ഉറങ്ങിയല്ലോ എന്ന ഗാനം വന്നത്, ദേശാടനത്തിലെ ഗാനങ്ങൾ മുഴുവൻ വരാൻ, അല്ലെങ്കിൽ ഇത്ര വലിയ വിജയമായി മാറാൻ എന്നെ സഹായിച്ചത് മുഴുവൻ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയും അദ്ദേഹത്തിൻ്റെ കുടുംബമാണ്. എൻ്റെ പണമില്ല. കൈതപ്പുറത്തിനോട് പറഞ്ഞു, നമുക്ക് കൈതപ്പുറം തന്നെ സംഗീതം ചെയ്താൽ മതി, ഗാനങ്ങളും അദ്ദേഹം തന്നെ എഴുതുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് ഞങ്ങൾ കമ്പോസിങ് തുടങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ കമ്പോസിങ് തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ കഥാസന്ദർഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാസന്ദർഭമാണ് മകനെ സന്യാസത്തിന് അയക്കുന്ന അച്ഛൻ. അവൻ്റെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവനെ സന്യാസ മഠത്തിലേക്ക് കൊണ്ട് വിട്ടിട്ട് അച്ഛനിവിടെ പുറത്തുണ്ടാവും, മോൻ പൊക്കോളൂ എന്നും നുണ പറഞ്ഞ് മകൻ തിരിഞ്ഞു നോക്കിപ്പോയി. അച്ഛൻ തിരിച്ച് നടക്കുകയാണ്. അച്ഛൻ മകനെ കളിപ്പിച്ച് അവനുമായിട്ട് നടന്ന വഴികളിലൂടെ അച്ഛൻ തനിച്ച് നടക്കുകയാണ്. അപ്പോൾ ആ നടവഴികളിൽ എവിടെയൊക്കെയോ ഓർമ്മകൾ, വീണ്ടും വീണ്ടും പഴയ കാലങ്ങൾ ഓർക്കുകയാണ്. നമ്മളെ കണ്ണ് നിറയിച്ചത് അതാണ്. അപ്പോൾ ഈ സിറ്റുവേഷൻ ഞാൻ കൈതപ്പുറത്തിനോട് പറഞ്ഞ്, കൈതപ്പുറം പറഞ്ഞു, മറ്റ് ഗാനങ്ങൾ പോലെയല്ല, ഞാൻ തന്നെ ഇത് മനസ്സിലൊന്ന് സംശീകരിച്ച് ഒരുക്കാം. കൈതപ്പുറമുണ്ട്, വിശ്വേട്ടനുണ്ട്, കൈതപ്പുറത്തിൻ്റെ സഹോദരൻ. അപ്പോൾ വിശ്വേട്ടനും കൈതപ്പുറം കൂടെ ചേർന്ന്, അപ്പോൾ എനിക്ക് ഷൂട്ട് തുടങ്ങി, എനിക്കതിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ ലൊക്കേഷനിലോട്ട് കൊണ്ട് എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ പോരുകയാണ്. അപ്പോൾ അതിൻ്റെ ഏതാണ്ട് ആശയം മുഴുവൻ പറഞ്ഞു. അതിൽ വരാൻ സാധ്യതയുള്ള വിഷ്വൽസ് അല്ലെങ്കിൽ ദൃശ്യങ്ങൾ എന്തൊക്കെയാണെന്നും വ്യക്തമായിട്ട് പറഞ്ഞതിന് ശേഷമാണ് കൈതപ്പുറത്തിനെ ഏൽപ്പിച്ച് ഞാൻ പോകുന്നത്. അങ്ങനെ കൈതപ്പുറം ലൊക്കേഷനിൽ ഈ ഗാനമായിട്ട് വരികയാണ്. കാരണം സംഗീത സംവിധായകനിൽ ലിറിസിസ്റ്റും കൈതപ്പുറം ആയതുകൊണ്ട് അദ്ദേഹം ഇത് എന്നെ കേൾപ്പിക്കുകയാണ്. ലൊക്കേഷനിൽ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അദ്ദേഹം വന്ന് ഇതെന്നെ കേൾപ്പിച്ചിട്ട് അദ്ദേഹം മാറി നിന്നിങ്ങനെ നോക്കണം എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ. ഞാൻ നോക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം എന്നെ കാണുന്നത് എൻ്റെ കണ്ണ് നിറഞ്ഞ് ഒഴുകുന്നതാണ്. ഈ ലൊക്കേഷനിൽ ഇത്ര ആൾക്കാരൊക്കെ നിൽക്കുന്നിടത്ത് പോലും ഞാൻ അറിയാതെ കരഞ്ഞുപോയി. കാരണം ആ കഥ എനിക്കറിയാം, കഥാസന്ദർഭം അറിയാം, സിനിമയാണെന്ന് പറയാം. എന്നാലും അതിൻ്റെ വരികളും ആ ഗാനത്തിൻ്റെ ട്യൂണും അത്രയും മനോഹരമായിരുന്നു. നമ്മളെ വീണ്ടും വീണ്ടും അത് വേദനിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. എനിക്ക് പതിവ് പോലെ തന്നെ ചലഞ്ചായി, എങ്ങനെ ഇത് വിഷ്വലൈസ് ചെയ്യും. കാരണം ഗാനം കേട്ടാൽ തന്നെ കരയും. ആ വിഷ്വൽസ് കൂടെ വരുമ്പോൾ എങ്ങനെയായിരിക്കും, അതിനെ ചലഞ്ചിങ് ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ കുറേ അധികം സീക്വൻസസ് ഇതിനോട് ചേർന്ന്, അതായത് അച്ഛൻ മകനെ വിട്ടു വരുന്ന സമയത്ത് ഓർമ്മിക്കാൻ പാകത്തിനുള്ള ഒരുപാട് വിഷ്വൽസ് ഉണ്ട്, നല്ല നല്ല മുഹൂർത്തങ്ങൾ. അത് റീക്രിയേറ്റ് ചെയ്തു. അവൻ ചെയ്ത കുസൃതികൾ വീണ്ടും വീണ്ടും, നമ്മളെ ചിരിപ്പിക്കുന്ന കുസൃതികൾ വീണ്ടും അതിലേക്ക് കയറ്റി. അമ്മയായിട്ടുള്ള, മുത്തശ്ശിയായിട്ടുള്ള, മുത്തശ്ശനുമായിട്ടുള്ള, അച്ഛനുമായിട്ടുള്ള എല്ലാ മുഹൂർത്തങ്ങളും
കൂടെ ചേർത്ത് വിഷ്വലൈസ് ചെയ്യാം. അങ്ങനെ ഇത് ബി ലെനിനാണ് എഡിറ്റ് ചെയ്യുന്നത്. ലെനിനോടും ഞാൻ പറഞ്ഞു, ഇതിന് എഡിറ്റ് ചെയ്യാൻ കൂടെ ഇരിക്കുന്നില്ല, ഇത്രയും വിഷ്വൽസ് ഞാൻ ഷൂട്ട് ചെയ്ത് തന്നിട്ടുണ്ട്, ഇത്രയും മനോഹരമായ ഒരു ഗാനം കൈതപ്രം ഒരുക്കി തന്നിട്ടുണ്ട്, അപ്പോൾ എഡിറ്റ് ചെയ്തോളൂ, സ്വാതന്ത്ര്യത്തോടെ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടോളാം. അങ്ങനെ ലെനിൻ സാറ് മുഴുവൻ വിഷ്വൽസും വെച്ചിട്ട് ഇത് എഡിറ്റ് ചെയ്യാണ്. അങ്ങനെ പൂർണ്ണ എഡിറ്റ് ചെയ്ത രൂപമാണ് ഞാൻ കാണുന്നത്. കണ്ടപ്പോൾ വീണ്ടും ഞാൻ തിയേറ്ററിലിരുന്ന് കരയുകയാണ്. കാരണം ഇത് അതിലെ എല്ലാ വിഷ്വൽസും ഉപയോഗിച്ചിട്ടുണ്ട്, എല്ലാ രംഗങ്ങളും കൂട്ടി ഇണക്കിയിട്ടുണ്ട്. നമുക്ക് ഒരു തരത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അതുപോലെ ഹൃദയസ്പർശിയായി മാറുകയാണ് ആ ഗാനം. അപ്പോൾ ആ സിനിമയുടെ ആത്മാവ് ഒരുപക്ഷെ ആ വരികളിലൂടെ, ആ സംഗീതത്തിലൂടെ ഇങ്ങനെ ഒഴുകി വരികയാണ്, നമ്മളെ വിടാതെ പിന്തുടരുകയാണ്. 2 പ്രധാനപ്പെട്ട ഇൻസിഡൻസ് ആ പാട്ട് അല്ലെങ്കിൽ ആ സിനിമ ഇറങ്ങിയതിന് ശേഷം ഉണ്ടായത് പറയാം. ഒന്ന്, സംവിധായകനും പിന്നീട് എൻ്റെ സിനിമയിലെ കളിയാട്ടത്തിൽ നടനുമായി മാറിയ ലാൽ. അപ്പം ദേശാടനം കഴിഞ്ഞ് ഇമ്മീഡിയറ്റാണ് കളിയാട്ടത്തിൻ്റെ ഷൂട്ടിങ്. അപ്പോൾ അതിന് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നിട്ട് ലാൽ പോകുന്നത് മകനെ ഊട്ടിയിൽ സ്കൂളിൽ, റെസിഡൻഷ്യൽ സ്കൂളിലാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ലാൽ പോകുന്നു, മകനെ അവിടെ ആക്കി വളരെ വ്യസനത്തോടുകൂടി, വല്ലാത്ത സങ്കടത്തോടു കൂടി തിരിച്ചു പോരുകയാണ്. ആദ്യമായിട്ടാണ് മകനെ പിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിസ്റ്റർബൻസ് മാറ്റാൻ വേണ്ടി ഏതോ ഒരു ഓഡിയോ കാസറ്റ് കാറിൽ പ്ലേ ചെയ്തു. ആ പ്ലേ ചെയ്ത പാട്ട് കളിവീട് ഇറങ്ങിയല്ലോ എന്നുള്ള പാട്ടായിരുന്നു. കാർ ഓടിച്ചിരുന്ന ലാൽ കരയാൻ തുടങ്ങി. വണ്ടി തിരിച്ചു, നേരെ ഹോസ്റ്റലിലോട്ട് പോയി, കുട്ടിയെ ചേർത്ത ഹോസ്റ്റലിൽ പോയി അവനെ തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നു. പുള്ളി പിന്നെ മകനെ അവിടെ ചേർത്തില്ല. കാരണം അത്രയും, അതിൽ കൂടുതലൊരു ഉദാഹരണമില്ല നമുക്ക്. കാരണം അത്രമാത്രം നമ്മുടെ മനസ്സിനെ അത് വേദനിപ്പിക്കും. നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നാൽ അന്നേരം മകനെയോ അല്ലെങ്കിൽ മകളെയോ എവിടെ അവരെ കാണാൻ ആഗ്രഹിക്കും. എനിക്കൊരു കത്ത് വന്നു, ഒരുപാട് ആസ്വാദകരുടെ കത്ത് വന്നതിൽ ഒരു കത്ത് ഒരു അമ്മയുടെ കത്തായിരുന്നു. ഞാൻ ഈ സിനിമ കണ്ട് ഈ പാട്ട് കേട്ട് ഒരുപാട് കരഞ്ഞ് വീണ്ടും വീണ്ടും പാട്ട് കേട്ട് കരയുന്നു. കാരണം എനിക്കൊരു മകനുണ്ടായിരുന്നു. അവൻ എൻ്റെ കൈവിരൽ തുമ്പ് പിടിച്ച് നടക്കാറുണ്ടായിരുന്നുള്ളൂ, എൻ്റെ താരാട്ട് പാട്ട് കേട്ട് ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. അവനെനിക്ക് നഷ്ടമായി. അതുകൊണ്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും ഞാൻ അവനെ ഓർക്കുകയാണ്. എനിക്ക് എന്താണെന്നറിയില്ല, ഈ പാട്ടില്ലാതെ ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞൊരു കത്ത് വന്നു. ആ അമ്മ ആരാണെന്നോ എവിടെയാണെന്നോ എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു സിനിമയിലെ ദേശാടനത്തിലെ കളിവീടിറങ്ങിയല്ലോ എന്ന ഗാനം ഒരുപക്ഷെ കാലത്തെ അതിജീവിച്ച് മനുഷ്യ മനസ്സിൽ നിലനിൽക്കും എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് പാട്ടോട് പാട്ട് എപ്പിസോഡിൽ ദേശാടനത്തിലെ ഗാനങ്ങളിൽ ആദ്യം കളിവീടിറങ്ങിയല്ലോ തന്നെ സ്ഥാനം പിടിച്ചതും അതുകൊണ്ട് തന്നെയാണ്.